മാത്യു അർണോൾഡ് വാൻഡെക്ക് എന്ന് പറയുന്ന അമേരിക്കൻ കൂലിപ്പടയാളിയെയും 6 ഉക്രൈനിയൻ പൗരന്മാരെയും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നിന്ന് പിടികൂടിയായിരുന്നു. ആ പിടികൂടിയത് വെറുതെയല്ല അവർ ഇവിടെ എത്തിയത് എന്നുള്ളതിന്റെ തെളിവുകളും പുറത്തു വന്നു. പക്ഷെ ആ തെളിവുകൾ അത്രത്തോളം നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ല. കാരണം അവർക്ക് അതിനോട് താല്പര്യമില്ല. എന്തിനാണ് അവർ ശരിക്കും ഇവിടെ വന്നത്? ഇത് കുറെ അധികം നാളായിട്ട് വാൻഡൈക്ക് രംഗത്തില്ലെങ്കിൽ കൂടി മറ്റുള്ള പല വ്യക്തികളും ഇന്ത്യയിൽ ഇങ്ങനെ വരാറുണ്ട്. അവരിവിടെ വിഘടനവാദം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവരതിനു വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരണത്. ഇപ്പോൾ ഇതിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട്. പ്രജിതയ്ക്ക് അറിയോ ഈ വാൻഡൈക്ക് ആരാണെന്ന് അറിയോ? അയാള് അമേരിക്കയിലെ ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു എന്നാണ് പറയുന്നത്. അയാളുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയാൻ വരുന്ന അയാളുടെ ഇത് ബയോഡാറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അയാളുടെ പ്രൊഫഷൻ എന്തെല്ലാം അല്ല എന്ന് പറയുന്നതായിരിക്കും വളരെ എളുപ്പം. അയാൾ ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്. അതിനപ്പുറത്ത് ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ എന്താ പറയണേ, കോമ്പാറ്റ് യുദ്ധ എന്താ പറയുക, നമ്മൾ പറയില്ലേ മാർഷ്യൽ ആർട്സിലും ഒക്കെ നല്ല പ്രാവീണ്യമുള്ള ആളാണ്. ഷൂട്ടിംഗ് ചാമ്പ്യനാണ് എന്ന് പറഞ്ഞാൽ ആയോധന കലകളിലും ആയുധങ്ങൾ കൊണ്ടുള്ള വേലകൾ കാണിക്കുന്നതിലും മിടുക്കനാണ്. ആൾക്കാരെ കൊല്ലാനൊക്കെ നല്ല കഴിവുള്ള മനുഷ്യനാണ്. പിന്നെ ആരെങ്കിലും നമുക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ വാൻഡേക്കിനെ വിളിച്ച് പറഞ്ഞാൽ വാൻഡേക്ക് ഒന്ന് കൊന്നേച്ച് വെക്കുള്ളൂ. നമ്മുടെ പാവനായി ഇല്ലേ ഒരു സിനിമയിൽ, സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയിലുണ്ടല്ലോ പവനായി, അതുപോലുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് അയാൾ. ഇതുപോലുള്ള കുറേ കഥാപാത്രങ്ങൾ ഇന്ത്യയിലേക്ക് സ്ഥിരം വരാറുണ്ട്. അവർക്ക് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മേഖലകളാണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. കാരണം എന്താണെന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പം മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, ത്രിപുര ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു ഫിസിക്കും ഛായയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പറഞ്ഞ് പറ്റിക്കാം, നിങ്ങൾ ഇന്ത്യക്കാരല്ല കേട്ടോ, നിങ്ങളൊരു വേറൊരു സ്വതന്ത്ര രാജ്യമാണ്, മനസ്സിലായില്ലേ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങളൊരു രാജ്യം മേടിക്കണം. അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഈ നാഗാലാൻഡിലെ വിഘടനവാദം ശക്തിപ്പെട്ടത്. അവിടെ ഒരു നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗലിം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവരൊരു സമാന്തര ഗവൺമെൻറ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ 2 തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അവർ ഐസക് ചിഷീസു എന്ന് പറഞ്ഞൊരു മനുഷ്യന്, ത്യൂങ്ലാങ് മ്യൂവാഹ് എന്ന് പറഞ്ഞ വേറൊരുത്തനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുത്തനുണ്ട്, കപ്ലാങ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കൂടി ഒരു രാജ്യം, സ്വതന്ത്ര രാജ്യം, അതായത് നാഗന്മാരുടെ എവിടെയൊക്കെയാണോ സെറ്റിൽമെൻറ്റ്സ് ഉള്ളത് ആ സെറ്റിൽമെൻറ്റ്സ് എല്ലാം കൂടി ചേർത്ത് സെപ്പറേറ്റ് ക്രിസ്ത്യൻ റിപ്പബ്ലിക് രൂപീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത്, അവരുടെ ആവശ്യം. അത് അതെ അതെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ മിസോറാമിൽ നടക്കുന്ന കലഹമല്ലേ കുക്കികളും പിന്നെ എന്താ മണിപ്പൂരിൽ നടക്കുന്ന കലാപമല്ലേ, സോറി ചിലപ്പം എൻ്റെ ഓർമ്മ തെറ്റിയായി പോകും. അപ്പോൾ ഈ അവര് എന്തുകൊണ്ടാണ് ഇത് പൊളിറ്റിക്സ് അതൊന്നും അല്ല, അത് ക്രൈസ്തവ ഹൈന്ദവ സംഘടനകൾ തമ്മിലുള്ള ബഹളാക്കി വെച്ചു, അതൊന്നും അല്ല കാര്യം. അവർക്കൊരു സെപ്പറേറ്റ് രാജ്യം വേണം. ഇപ്പോൾ ഈ നാഗാലാൻഡിലെ മുൻ മുഖ്യമന്ത്രി ആണ്, അയാൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നമ്മളൊരു സെപ്പറേറ്റ് രാജ്യമാണ്, നമുക്കൊരു സെപ്പറേറ്റ് കൺട്രി ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ അയാളുടെ പേര് മറന്നു, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയല്ല, തൊട്ട് മുമ്പിലത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അമേരിക്കയിൽ സിയാറ്റിലൊക്കെ അയാൾ പോയി അവിടുത്തെ നാഗ വംശജരുമായിട്ട്, നാഗന്മാർ അവിടെ ഉണ്ട് കുറേ പേര് ഇവിടുന്ന് പോയിട്ടുള്ളവരെ, അവരെ വിളിച്ചിട്ട് പ്രസംഗിച്ചപ്പോഴാണ് അയാൾ ഇത് പറഞ്ഞത്. ഇത് 99.9% ക്രൈസ്തവരാ. നാഗാലാൻഡിൽ ഈ ട്രൈബൽസ് ആണ് കൂടുതലുണ്ടായത്. അവിടെ ക്രിസ്ത്യാനികൾ വരാനായിട്ടുള്ള സാഹചര്യം തീരെ ഉണ്ടായിരുന്നില്ല. നല്ല കാര്യം, നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരുടെ അടുത്തൊരു ഏരിയ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊത്തം ഇവാഞ്ചലൈസ് ചെയ്തിച്ച് വരുമല്ലോ, മിടുക്കന്മാരാണ് ആ കാര്യത്തിൽ. കേരളത്തിലെ ആൾക്കാരൊക്കെയാണ് പോണത് അവിടെ പോയിട്ട് ഈ കുഞ്ഞിത്തോമയും ബാലും അവരൊക്കെ പോയി എന്താ പറയണ മൊത്തം ആൾക്കാരെ കുരിശം പിടിപ്പിച്ചുകൊണ്ട് പോരും ഇങ്ങോട്ട്.
അപ്പൊ അങ്ങനെ ഇത് കുരിശ് പിടിപ്പിക്കുക മാത്രമല്ല, മതപരിവർത്തനം ചെയ്യുക മാത്രമല്ല, സെപ്പറേറ്റ് രാജ്യം വേണമെന്നും ഇന്ത്യ വിഘടിപ്പിച്ച് കളയാനായിട്ടും അവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഈ വാൻഡേക്കും ഈ 6 ഉക്രൈനിയൻസ്. ഇപ്പൊ ഉക്രൈനിയനിലേക്ക് ഇത് ജോലിയൊന്നുമില്ലേ ആൾക്കാർക്ക്? ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൂലിത്തല്ലുണ്ടാക്കാനും. നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ സംഘമല്ലേ, അവര് ലോക്കൽ കൊട്ടേഷൻ സംഘം, ഇവന്മാര് ഇന്റർനാഷണൽ കൊട്ടേഷൻ സംഘമാണ് ഇവന്മാര്. അതാണ് ഇവരുടെ പരിപാടി. അപ്പൊ അവര് എന്ത് വൃത്തിയായിട്ടും കാണിക്കും. കാരണം രാജ്യത്ത് പോയി മതപരിവർത്തനം നടത്തും. ഇവര് ഗ്രഹാം സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനിവിടെ കുഷ്ഠരോഗികളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ വന്നതാണെന്നാണ് പറയണത്. എന്ത് കുഷ്ഠരോഗം? ഇന്ത്യയിൽ കുഷ്ഠരോഗികളൊന്നുമില്ല. ഇന്ത്യ ഫ്രീ ഓഫ് ലെപ്രസി എന്ന് എത്രയോ വർഷം മുമ്പ് ഡിക്ലെയർ ചെയ്തതാ. അയാൾ ഇവിടെ വന്ന ആൾക്കാരെയൊക്കെ പറ്റിച്ച് മതം മാറ്റിക്കലായിരുന്നു അയാളുടെ പരിപാടി. ഇഷ്ടംപോലെ കാശ് ഈ ഗ്രഹാം സ്റ്റെയിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ പുരോഗമനവാദികൾ വളരെ അല്ല, അവർ ആ കാര്യത്തിൽ ഹിന്ദു മതത്തിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും പുരോഗമനവാദികൾ അവരുടെ കൂടെ കൂടും. മനസ്സിലായില്ലേ? ഈ പാവ അമൃതാനന്ദമയി അമ്മ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണു. അവരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് ഒരു പുങ്കവൻ ഇവിടെ അമേരിക്കയിൽ പോയി ഉള്ള ഏതൊരു മദാമേനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ കാണിച്ചല്ലേ, ടി വിയിലും ഒക്കെ കാണിച്ചല്ലേ. ഇത് പതിവുള്ളതാ. സർ, ഈ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ വായിച്ചൊരു റിപ്പോർട്ട്, അത് ഞാൻ സാറിനെ കാണിക്കുകയുണ്ടായി. ഏതാണ്ട് ഒരു 100 വർഷത്തിന് മീതെ പഴക്കമുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഇവാഞ്ചലിസ്റ്റിക് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിന്. ഇതിന് പിന്നിൽ നിൽക്കുന്ന ഈ ആളുകൾ എന്ന് പറയുന്നത് അത് ഒന്നാമത് US തന്നെയല്ലേ? അതെ, ഡീപ് സ്റ്റേറ്റ് അമേരിക്ക. എന്തുകൊണ്ടാണ് അമേരിക്കക്ക് എന്താ പറയണ താല്പര്യമില്ലാത്ത ഗവൺമെന്റുകളെ അട്ടിമറിക്കണേ? ഇത് നടത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇവിടെ ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് ഫോം ചെയ്യണം. ആ ക്രിസ്ത്യൻ റിപ്പബ്ലിക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അമേരിക്കൻ പാവകളായിരിക്കും ഇവിടെ ഭരിക്കുക. ഇവിടെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ഇതിനെക്കുറിച്ചിട്ട് വൻ പ്രയത്നങ്ങളാണ് നടക്കണേ. ഇപ്പം നമ്മുടെ ശ്രീലങ്കയിൽ തമിഴ് പുലികൾ അവിടെ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈളം, ഞങ്ങൾക്കൊരു പ്രത്യേക തമിഴ് രാജ്യം വേണം, തമിഴ് ഈളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം നടത്തണല്ലേ. ശുദ്ധ തെമ്മാടിത്തരല്ലേ. അവന്മാർ യഥാർത്ഥത്തിൽ തമിഴന്മാരല്ല. ഈ LTTയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മുഴുവൻ ഇപ്പൊ ശ്രീലങ്കയുടെ വടക്കുവശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ജാഫ്ന, പിന്നെ അതുപോലെ ബറ്റിക്കുളോ, ഇങ്ങനെയുള്ള സ്ഥലത്തുള്ളവരാണ്. അവര് യഥാർത്ഥത്തില് മലയാളികളാണ്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലബാറിൽ നിന്നും കുടിയേറി പാർത്തിട്ടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവരാണ് അവരധികം പേരും. അവരുടെ ഭക്ഷണ രീതി, അവരുടെ സംസാരത്തിൻ്റെ രീതി, അവർ പ്യുവർ തമിഴല്ല സംസാരിക്കണേ. അവർ സംസാരിക്കണ അല്പം മലയാളം ചേർത്തിട്ടുള്ള തമിഴാണ് അവരവിടെ സംസാരിക്കണ മുഴുവൻ. ശ്രീലങ്കൻ തമിഴ് വേറെ തന്നെയാണല്ലോ, വേറെ തമിഴരെന്ന് പറയണേ. ആ ക്യാൻഡിയൊക്കെ ഉണ്ടല്ലോ ശ്രീലങ്കയിലെ, ഒരു എന്താണ് നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻസും ടീ പ്ലാന്റേഷൻസും ഒക്കെ ഉള്ള കുറെ പ്രദേശമുണ്ട് ശ്രീലങ്കയിൽ. അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയ ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കുറെ കൂലി തൊഴിലാളികളെ കൊണ്ടുപോയിട്ടുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ തമിഴന്മാര്. ഈ ബാക്കിയുള്ളവന്മാർ മുഴുവൻ മറ്റേ ഇവിടുന്ന് കുടിയേറി പാർത്ത. MT വാസുദേവൻ നായരുടെ നോവലിലും അതുപോലെ SK പൊറ്റക്കാട്ടിൻ്റെ നോവലുകളിലും കഥകളിലും അതേപോലെ മലബാറിലെ സാഹിത്യകാരന്മാർ എഴുതുന്ന കഥകളിലും ഒക്കെ ഈ ഒരു ശ്രീലങ്കൻ കണക്ഷൻ, സിലോൺ കൊളംബ് കണക്ഷൻ, കൊളംബ് എന്നാണ് പറയുക, അതിനെപ്പറ്റി പരാമർശം ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ അവിടുന്ന് ജോലി കിട്ടാനായിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കേരളമല്ല മലബാറിൽ നിന്ന് ആൾക്കാർ കൊളംബിൽ പോകും. അവിടെ പോയി ഏതെങ്കിലും പ്ലാന്റേഷനിലൊക്കെ ജോലി ചെയ്യും. എന്നിട്ട് അവിടെ കാശൊക്കെ സമ്പാദിച്ചിട്ട് തിരിച്ചു വരും. അന്ന് ഈ പശ്ചിമേഷ്യൻ ബൂം വന്നിട്ടില്ല, ഗൾഫിലേക്കൊന്നും ആൾക്കാർ പോവില്ലായിരുന്നു. ഇത് ഗ്രാജുവലായിട്ടാണ് ഓരോ മൈഗ്രേഷൻ തുടങ്ങുന്നത്. ഗൾഫിൽ പോണതിന് മുമ്പ് ആൾക്കാർ ആദ്യം മറ്റേ സിലോണിൽ പോയി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം നമ്മുടെ സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെയുള്ളിടത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നീടാണ് പശ്ചിമേഷ്യയിലേക്ക് പോയി തുടങ്ങിയത് ആൾക്കാർ. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി താമസിച്ച ആൾക്കാരുടെ ഡിസെൻഡൻസ് അവിടെ ഉണ്ടായിരുന്ന തമിഴന്മാരെ കല്യാണം കഴിച്ച് കൂടി. അങ്ങനെയാണ് ഈ പറയണ തമിഴ് വംശജരെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവർ യഥാർത്ഥത്തിൽ തമിഴ് വംശജരല്ല എന്ന് DNA സ്റ്റഡീസ് കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രജതിക്ക് വേറൊരു കാര്യം അറിയും. ഒരു KM രാഘവൻ എന്ന് പറഞ്ഞൊരു അവിടെയുള്ള ശ്രീലങ്കൻ ഹിസ്റ്റോറിയൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. 69-70കളിൽ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ശ്രീലങ്കക്കാർ മൊത്തം, ശ്രീലങ്കയിലുള്ള ഒരു നല്ലൊരു ശതമാനം ഒരു വർഗമുണ്ട്, കരാവ സമുദായം എന്ന് പറയുന്നത്. കരാവ കേട്ടിട്ടുണ്ടോ? ഈ കരാവ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? നമ്മുടെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ്
മഹാഭാരത യുദ്ധത്തിൽ തോറ്റ കൗരവർ നമ്മുടെ തമിഴ്നാട്ടിൻ്റെ മറ്റേ കൊറോമാൻഡൽ കോസ്റ്റിൽ വന്നിട്ട് താമസിച്ചു. ഓക്കെ, അവര് ശ്രീലങ്കയിലെ രാജാക്കന്മാർക്ക് വേണ്ടി കൂലിപ്പടയാളികളായിട്ട്, ഇതുപോലെ വാൻഡൈക്കിനെ പോലെ കൂലിപ്പടയാളികളായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോയ, അങ്ങനെയാണ് ഈ കരാവ എന്ന് പറയുന്ന സമുദായം അവിടെ ഉദയം ചെയ്തത്. അങ്ങനെ ഈ കൗരവരുടെ ശ്രീലങ്കനൈസ്ഡ് അല്ലെങ്കിൽ സിൻഹളൈസ്ഡ് നെയിമാണ് കരാവാസ് എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയില്ല. അല്ലാണ്ട് അവന്മാർ തമിഴന്മാരൊന്നുമല്ല. ജാഫ്നയിലുള്ള ശുദ്ധ പുട്ടും പിന്നെ കടലയും ഇതൊക്കെയാണ് അവർ കഴിക്കണം. അപ്പവും സ്റ്റൂ കറിയൊക്കെയാണ് അവർ കഴിക്കണം. മുഴുവൻ തമിഴ് ജാഫ്നയിലുള്ളവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അതിൽ കൂടി നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? അത് മാത്രമല്ല, ശ്രീലങ്കയിൽ ഈ ബട്ടിക്കുളാവ, ജാഫ്ന ഇവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ മുരുകൻ കോവിൽ എന്നാ പറയുക, മുരുകൻ കോവിലുണ്ട്. ഈ മുരുകൻ കോവിലിലെ പൂജാരിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് പൂജാരിയെ, അവരെ വിളിക്കുന്നത് ഗുരുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഗുരുക്കൾ ആരാ? മലബാറിൽ നിന്നും ആയോധന കലകൾ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് സിലോണിൽ പോയ ആൾക്കാരാണ് ഗുരുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ ഒരു അവരെ അമേരിക്കക്കാർ ബന്ധപ്പെട്ട്, അങ്ങനെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയാണ് ഈ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈളം ഉണ്ടായത്. LTTയുടെ തമിഴ്നാട്ടിലെ ഏജന്റ് ആരാ? ഒരു കത്തോലിക്ക അച്ഛനല്ലേ, എന്തുട്ടാ അവൻ്റെ പേര്? ഗ്യാസ്പർ. ഗ്യാസ്പർ ഈസ് LTT ലീഡർ. LTTയുടെ പ്രധാന റെപ്രസെൻറ്റേറ്റീവ് അല്ലേ. കള്ളന്മാരായ LTTയുടെ ആൾക്കാരെന്ന് പറഞ്ഞെടുക്കണം. എനിക്കറിയാം LTTയുടെ ഏജന്റുമാരും LTTക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും നടക്കുന്ന ആൾക്കാരുണ്ട്. അവന്മാർക്ക് മുഴുവൻ LTTയുടെ ഫണ്ട് ഉണ്ട് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മതപരിവർത്തനവും ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. മതപരിവർത്തനം നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി മതപരിവർത്തനമുണ്ട്. അതിന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആണ് അവരെ ഫേവർ ചെയ്തുകൊണ്ടിരുന്നത്. വാൻഡെക്കൊക്കെ വന്ന സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, അവിടെ ഒരു പ്രത്യേക സ്റ്റേറ്റ്, ഇവാഞ്ചലിസ്റ്റിക് സ്റ്റേറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. ക്രിസ്ത്യൻ റിപ്പബ്ലിക്. എന്തിനാ നമ്മൾ അത്രയും വളരെ മനോഹരമായിട്ട് പറയുന്നു? ക്രിസ്ത്യൻ റിപ്പബ്ലിക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഒരു ഏരിയയിൽ ഏതെല്ലാം സ്റ്റേറ്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്? ഇപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനല്ലേ ഇന്നാള് കൊച്ചിയിലെ കണ്ടിട്ട് സെമിനാർ എടുത്തില്ലേ, കട്ടിങ് സൗത്ത് എന്ന് ഒന്നാണ്ട് പറഞ്ഞുണ്ട്. ഇത് അതിന്റെ ഒരു ഭാഗമാണ്. LTTക്കാരും ഉദ്ദേശിച്ചത് എന്താ? തമിഴ്നാട്ടിലെ DMK ഉദ്ദേശിക്കുന്നത് തമിഴ്നാടും ശ്രീലങ്കയുടെ നോർത്തേൺ ഭാഗവും ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞൊരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കരുണാനിധി ഫാമിലിക്ക് അവരുടെ മറ്റേ മക്കൾക്ക് സ്വത്ത് വീതിച്ചു കൊടുക്കുക എളുപ്പമായില്ലേ? തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ മക്കളും. ഇപ്പം പിന്നെ കനിമൊഴി ഇപ്പോൾ എവിടെ പോകാനാ? കനിമൊഴിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ കനിമൊഴി ശ്രീലങ്കയിൽ പോയിക്കോളും. കനിമൊഴിയും അവളുടെ ചെറുക്കനും കൂടി, ആദിത്യ എന്നാണ് അവൻ്റെ പേര്, അവന് അവിടെ ജീവിക്കാം. അപ്പോൾ അവിടെ രാജാവായിട്ട് ജീവിക്കാം. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അതിൻ്റെ കൂടെ ഞാൻ കിട്ടും മലേഷ്യയിലും സിംഗപ്പൂരും കൂടി അവർ പിടിച്ചെടുക്കി ഇതിനോട് ചേർത്തിട്ട് വിശാല തമിഴ് കൺട്രി രൂപീകരിക്കാനായിട്ടാണ് അവർ ശ്രമിക്കണേന്നാണ് പറയണത്. ഇപ്പോൾ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. അത് നടക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഭാഗമായിട്ടായിരിക്കില്ലേ ഇവർ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക? പിന്നെ അത് കൂടാണ്ട് വേറൊരു കാര്യമുണ്ട്. ബസ്തർ, ഇപ്പൊ മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഏരിയയിലൊക്കെ ട്രൈബൽ ഏരിയ കംപ്ലീറ്റ് അവരുടെ കസ്റ്റഡിയിലാക്കി. ക്രിസ്ത്യൻസ് ഇവാഞ്ചലിസ്റ്റുകൾ പോയിട്ട് മതപരിവർത്തനം നടത്തിയിട്ട് എങ്ങനെ ഇവന്മാർ അവിടെ എത്തണമെന്നുള്ളതാണ് ഭയങ്കര അതിശയം. ഏത് ട്രെയിനിൽ കയറി നോക്കിക്കോളൂ, മദ്രാസിലേക്ക് പോകണ എല്ലാ ട്രെയിനിലും ഒറീസ, അതല്ലെങ്കിൽ മറ്റേ മധ്യപ്രദേശ് റായ്പൂർ ആ ഏരിയ, ഛത്തീസ്ഗഡ് ഏരിയ, അവിടെയൊക്കെ മതപരിവർത്തനത്തിന് പോണ ആൾക്കാരുണ്ടാവും. ഇവിടെ ഒരു മിഷൻ പോലെ അവർ അവിടെ മുഴുവൻ ഇത് നടത്തുന്നതിനൊപ്പം തന്നെ അവരെ ഇന്ത്യയിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ ഈ പറയണ ഒരു നമ്മൾ കണ്ടില്ലേ 2015 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഭാരത് തേരെ ടുക്കടേ ഹോങ്കെ, അതായത് ഇന്ത്യനെ ഞങ്ങൾ അറുത്തറുത്ത് കഷ്ണാക്കുമെന്ന് പറഞ്ഞില്ലേ. 2010 2011 രാജീവ് മൽഹോത്രയും പിന്നെ അരവിന്ദ് നീലകണ്ഠനും കൂടി ചേർന്നൊരു പുസ്തകം എഴുതി. വലിയ പുസ്തകം, 1700 പേജുള്ളൊരു പുസ്തകമാണ്, കാര്യകാരണ സഹിതം. അതിൻ്റെ പേര് എന്താ പറയണേ, ബ്രേക്കിംഗ് അപ്പ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നു. ഞാൻ അന്ന് വായിച്ചാണ്. അപ്പം അതിലെഴുതി തമിഴ്, ഇവിടെ ഒരു തമിഴൻ ബിഷപ്പ് അമേരിക്കയിൽ നിന്നല്ല, ബ്രിട്ടനിൽ നിന്ന് ഒരു ബിഷപ്പ് വന്നു, കാഡ്വെൽ എന്ന് പറഞ്ഞു.
കാഡ്വൽ. അയാളുടെ മതപ്രചരണത്തിന് വന്ന പാവപ്പെട്ട ആൾക്കാരെയൊക്കെ പിടിച്ച് ഇന്നോട്ട് നീ ക്രിസ്തുവിൻ്റെ ആളാണെന്ന് തലക്കിട്ട് 2 കൊട്ടുകൊട്ടി അവനെ ക്രിസ്ത്യാനിയാക്കും. ദിസ് ഇസ് വാട്ട് ഹാസ് ഹാപ്പൻ. എന്നിട്ട് ഇയാൾ തമിഴ് പഠിച്ചു. ഈ ലോക്കൽ ജനങ്ങളോട് ഇപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി തമിഴ് പഠിച്ചു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ കാഡ്വൽ തമിഴ് ദ്രവീഡിയൻ ഭാഷയാണ്. അതിന് മറ്റേ ഹിന്ദി, സംസ്കൃതം, പിന്നെ പഞ്ചാബി ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ആര്യന്മാരുടെ ഭാഷ, ഇത് ദ്രവീഡിയൻ ഭാഷയാണ്. ഇതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഭാഷ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി. അത് കേട്ട് ഈ പാവം ഈ വിവരമില്ലാത്ത കരുണാനിധിയെ പോലുള്ളവർക്ക് അത് വിശ്വസിച്ച് തമിഴിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. തമിഴിൽ നല്ലൊരു ശതമാനം സംസ്കൃത വാക്കുകളാണെന്നുള്ള ഒരു കാര്യമുള്ള. കരുണാനിധി അയാളുടെ ഒറിജിനൽ പേര് ദക്ഷിണാമൂർത്തി എന്നാണ്. അയാൾ എന്നിട്ട് തമിഴ് പേര് വരാൻ വേണ്ടി കരുണാനിധി എന്നിട്ട് ഇട്ടപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞാൽ അതും സംസ്കൃതം പേരാണ്. അവരുടെ വീട്ടിലെ എല്ലാത്തിനും സംസ്കൃത പേരുകൾ. ആദിത്യൻ, കരിമൊഴിയുടെ ചെറുക്കൻ്റെ പേര് ആദിത്യൻ എന്നാണ്. ദയാനിധിമാര്, കലാനിധിമാര്, കാവേരി, ഇതൊക്കെ സംസ്കൃത പേരുകളാണ്. തമിഴിനോടുള്ള വിധേയത്വം, സംസ്കൃതത്തോടുള്ള വെറുപ്പും കാണിക്കാനായിട്ട്. അപ്പം ഇതിങ്ങനെ കുറേശ്ശെയായിട്ട് ഇഞ്ചക്ട് ചെയ്ത് ഇപ്പോൾ ഓവർനൈറ്റ് വരില്ലല്ലോ. അപ്പോൾ ഒരു വലിയ ശ്രദ്ധിക്കപ്പെടും ആൾക്കാർ. ഇത് പതുക്കെ വരുത്തിക്കൊണ്ട് വരാനായിട്ടാണ്. ഇത് ശ്രീലങ്കയിൽ ഇവന്മാർ കാര്യം കാണിച്ചു. ശ്രീലങ്കയിൽ ഈ സിൻഹള പേരുകൾ മുഴുവൻ പതുക്കെ മാറ്റി തമിഴ് ആക്കി. ഇപ്പം ജാഫ്നയുടെ പേര് വന്നു യാഴ്പ്പാണം, അനുരാധപുര എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ. സിൻഹള നെയിംസ്, സിൻഹള ഹാസ് ഗോട്ട് സിമിലാരിറ്റി വിത്ത് സാൻസ്ക്രിറ്റ്. നല്ല പേര്. അപ്പോൾ ഓരോരുത്തരുടെ പേരിയൊക്കെ നല്ല രസമായിട്ടോ. അവരുടെ ഈ ശ്രീലങ്കയിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് രഥനായകി എന്നാണ്. ജനറൽ രഥനായകി. രഥനായകി എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ നായകൻ എന്നാണ് പറയുന്നത്. അതേപോലെ എല്ലാ പേര് എന്താ ഭണ്ഡാരനായിക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും സമ്പത്തിൻ്റെ എന്താ പറയണേ അധിപൻ അല്ലെങ്കിൽ അധിപ എന്നാണ്. പഴയ ശ്രീലങ്കൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ലേ സിരിമാവോ ഭണ്ഡാരനായിക്ക്, ചന്ദ്രിക കുമാരതുംഗ എന്നൊക്കെ പറഞ്ഞിട്ട്. സിരിമാവോ ഭണ്ഡാരനായിക്കയുടെ മോളാണ് ചന്ദ്രിക ഭണ്ഡാരനായിക്കായിരുന്നു. പിന്നെ ഒരു സിനിമാ നടനെ കല്യാണം കഴിച്ച് പേര് മാറ്റി ചന്ദ്രിക കുമാരതുംഗ എന്നാക്കി. അപ്പോൾ ഈ പേരുകൾ മുഴുവൻ വളരെ സിൻഹള പേരുകൾ സംസ്കൃതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കില്ല. അതൊക്കെ ഇല്ലാതാക്കി സെപ്പറേറ്റ് രാജ്യമുണ്ടാക്കി ആ അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ വാൻഡേക്കിൻ്റെ. അതുപോലെ ഇത് വാൻഡേക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ എത്രയോ പേര് നടക്കണമെന്നറിയാമോ? വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇവരെയൊക്കെ.